ഹായ് ഫ്രണ്ട്സ്, ലോകചരിത്രത്തിലെ ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന പാഠഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഡീപ്പ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് സാമ്രാജ്യത്വം എന്നതിനെ പറ്റിയിട്ടാണ്. രണ്ടാമതായി സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകളോ പ്രധാന സ്വഭാവത്തെയോ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മൂന്നാമതായി സാമ്രാജ്യത്വവും വ്യാവസായ വിപ്ലവവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നാലാമതായി സാമ്രാജ്യത്വ സമയത്ത് വികസിച്ച സാങ്കേതിക പുരോഗതിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് സബ്ജക്റ്റിലോട്ട് പോകാം. സാമ്രാജ്യത്വം. നമുക്ക് ഈ സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് വ്യാവസായ വിപ്ലവത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഈ പറയുന്ന സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം വലിയ രീതിയിൽ ഉയർന്നു. അവരുടെ ഫാക്ടറികൾ കൂടുതലായിട്ടുണ്ടായി വന്നു. ഫാക്ടറിയിൽ നിന്നും പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദനം എന്ന് പറയുന്നത് വലിയ രീതികളായി ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ ഉൽപ്പാദനം, ഇത്രയും വലിയ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന രീതിയിലുള്ള റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് വികാസം പ്രാപിച്ച സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്പോളവും ഒരു കമ്പോളവും അവിടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും റോ മെറ്റീരിയലും കമ്പോളവും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളെയും അവർ അവരുടെ കൂടെ കൂട്ടി. അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ കോളനി രാജ്യങ്ങളാക്കി മാറ്റുന്നതും നമുക്ക് പിന്നീട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് സാമ്രാജ്യത്വത്തിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സാമ്രാജ്യത്വം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവ കാലത്ത് നയതന്ത്രത്തിലൂടെയോ സൈനിക ശക്തിയിലൂടെയോ സ്വാധീനം ചെലുത്തി ഒരു രാജ്യത്തിൻ്റെ ആധിപത്യം വികസിപ്പിക്കുന്ന നയത്തെയാണ് എന്തെന്ന് പറയുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരുന്നു. ഈ ബ്രിട്ടീഷുകാർ ആദ്യ സമയത്ത് ഇവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത്? കേരളത്തിലെത്തിയവർ കേരളത്തിലെ സാമൂതിരിയുമായിട്ടും തിരുവിതാംകൂർ രാജാക്കന്മാരുമായിട്ടും നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിൻ്റെ ഫലമായി ഇവർ ഫാക്ടറികൾ സ്ഥാപിച്ചു, വലിയ രീതിയിൽ കച്ചവടവും നടത്തി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്തു? ഫ്രഞ്ചുകാരുടെ ഭാഗത്തു നിന്നും ഡച്ചുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇംഗ്ലീഷുകാർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഈ സമയത്ത് ഇവർ എതിർത്ത് എങ്ങനെയായിരുന്നു? സൈനിക നടപടികളിലൂടെയായിരുന്നു എതിർത്തത്. സൈനികമായിട്ട് ഇവരെ ഫ്രഞ്ചുകാരും ഡച്ചുകാരെയൊക്കെ പുറത്താക്കിയതിന് ശേഷം പിന്നെ നാട്ടുരാജ്യങ്ങളെയും സൈനികമായിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സൈനികമായി കീഴ്പ്പെടുത്തി. ഇന്നെന്ത് മനസ്സിലാക്കാം? വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ നയതന്ത്രത്തിലൂടെയോ, ഞാൻ നേരത്തെ പറഞ്ഞ സാമൂതിരിയും തിരുവിതാംകൂർ രാജാക്കന്മാരെയും എങ്ങനെയാണ് ഇവർ ആദ്യം സോപ്പിട്ടെടുത്തത്, അതേപോലെ നയതന്ത്രത്തിലൂടെയോ സൈനിക ശക്തിയിലൂടെയോ യുദ്ധത്തിലൂടെ എങ്ങനെയാണോ ബാക്കിയുള്ളവരെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്തത്, അതേപോലെ സൈനിക ശക്തിയിലൂടെയോ സ്വാധീനം ചെലുത്തി ഒരു രാജ്യത്തിൻ്റെ ആധിപത്യം, ഇന്ത്യയുടെ ആധിപത്യം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചത്? ഒരു രാജ്യത്തിൻ്റെ ആധിപത്യം വികസിപ്പിച്ചെടുക്കുന്ന നയത്തെയാണ് എന്തെന്ന് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഒന്നും കൂടി, വ്യാവസായിക വിപ്ലവ കാലഘട്ടത്ത് നയതന്ത്രത്തിലൂടെയോ സൈനിക ശക്തിയിലൂടെയോ സ്വാധീനം ചെലുത്തി ഒരു രാജ്യത്തിൻ്റെ ആധിപത്യം വികസിപ്പിക്കുന്നതിനെ ആണ് എന്തെന്ന് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ വ്യാപനം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യാവസായ വിപ്ലവത്തിൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള ഉൽപ്പാദനം, വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നു. പക്ഷേ ഈ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന രീതിയിലുള്ള റോ മെറ്റീരിയൽ എവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ എവിടെ ഉണ്ടായിരുന്നില്ല? യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഈ റോ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുന്ന രാജ്യത്തെ കൂടി ഇവരുടെ ഭാഗമാക്കി മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടെത്തുന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടെത്തുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങളെ സാമ്രാജ്യത്വ രാജ്യത്തിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിനെയാണ് പ്രാദേശികമായിട്ടുള്ള ഏറ്റെടുക്കലും രാഷ്ട്രീയ നിയന്ത്രണവും എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കൂടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിൻ്റെ കൂടെ ചേർത്ത് കോളനി രാജ്യമായി ചേർത്ത് വെച്ചതിനെ നമുക്ക് പ്രാദേശികമായിട്ടുള്ള ഏറ്റെടുക്കൽ എന്ന് പറയാം.
സാമ്രാജ്യത്വ രാജ്യങ്ങൾ കോളനികളാക്കി മാറ്റിയ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക ചൂഷണം അവർ നടത്തിപ്പോകും. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ വെൽത്ത് തിയറി ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ചൂഷണത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ആ തിയറി എന്ന് പറയുന്നത്. ഏകദേശം $40 ട്രില്യൺ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചൂഷണം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിരുന്നു. ഒപ്പം തന്നെ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നാഗരികതയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നാഗരികതയുടെ മറവിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലുള്ള സാധനങ്ങൾ, പാശ്ചാത്യ സംസ്കാരങ്ങൾ ഇതെല്ലാം ഇവർ പിടിച്ചെടുക്കുന്ന കോളനി രാജ്യങ്ങളുടെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. ഈ രീതിയിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു മേധാവിത്വവും ഇവർക്ക് താഴെ ഒരു വിധേയപ്പെടുന്നതിന് വേണ്ടിയിട്ട് കോളനി രാജ്യങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടും സാമ്രാജ്യത്വ രാജ്യങ്ങൾ സാധിച്ചു. ഇതും സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഇപ്പോൾ ഇന്ത്യയിലോട്ട് പോർച്ചുഗീസുകാർ വന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് ബ്രിട്ടീഷുകാർ വരുന്ന ചരിത്രത്തെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഡയറക്റ്റായിട്ട് ഇന്ത്യയുടെ ലാൻഡിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രദേശത്തിലോട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഇന്ത്യൻ ഓഷനിലെത്തണം. ഇന്ത്യൻ ഓഷനിൽ എത്തിയതിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയതിന് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആധിപത്യം എന്ത് ചെയ്യണം? ആദ്യം ഉറപ്പിക്കണം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആധിപത്യം ഉറപ്പിച്ചിരുന്നാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സിനെ, അറബികളെ, തുർക്കികളെ, ഈജിപ്തുകാരെ, ഇവരെല്ലാവരെയും ഈ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കി ഇന്ത്യയിലെ ഏതെങ്കിലും രാജാവിന് പുറം രാജ്യവുമായിട്ട് കച്ചവടം ചെയ്യുവാണ് എങ്കിൽ ആ കച്ചവടം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ഇവരിലൂടെ ഉറപ്പാക്കുക എന്നുള്ളൊരു ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ കൺഫേം ചെയ്തിരുന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പിൽക്കാലത്ത് ഈ പ്രദേശത്തിനെ പൂർണ്ണമായി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തന്ത്രപരവും ഭൗമരാഷ്ട്രപരവുമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുക്കലായിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സാമ്രാജ്യത്വവും വ്യാവസായിക വിപ്ലവവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ച സാധനം തന്നെയാണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യകത ഉയർന്നു വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അസംസ്കൃത വസ്തുക്കളെ കണ്ടെത്തുന്നതിനായിട്ട് സാമ്രാജ്യത്വ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പോയി അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ എംപയറിലോട്ട് കീഴിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അഥവാ സാമ്രാജ്യത്വത്തിലോട്ട് നയിച്ചത് വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് അസംസ്കൃത വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിനുള്ള ആവശ്യകതയാണ് സാമ്രാജ്യത്വത്തിലോട്ട് നയിച്ച ഒരു പ്രധാന ഘടകമെന്ന് പറയാം. ഈ വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉൽപ്പാദനം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപണികളുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വിപണികൾ കണ്ടെത്തണം. പുതിയ വിപണികളിൽ മോണോപ്പൊളി ഉണ്ടെങ്കിൽ ഇവരുടെ രാജ്യത്തുണ്ടാകുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ മോണോപ്പൊളിയുള്ള വിപണികൾ എന്ത് ചെയ്യാം? വിറ്റഴിക്കാൻ പറ്റും. ഇപ്രകാരം വിപണികൾ കണ്ടെത്തുന്നതും വിപണികൾ കണ്ടെത്തേണ്ട ആവശ്യകത ഉണ്ടായി വരുന്നതും സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് ഏതിനു ശേഷമാണ്? വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ കോളനികൾ സ്ഥാപിച്ചതിന് ശേഷം കോളനികളിൽ റെയിൽവേ, മറ്റ് റോഡുകൾ, പിന്നെ മറ്റു സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു? ഇപ്പോൾ കേരളത്തിൽ തന്നെ തേയില വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് നിന്ന് തേയില പോർട്ടിലോട്ട് എത്തണമെങ്കിൽ അല്ലെങ്കിൽ തുറമുഖ പ്രദേശത്തിലോട്ട് എത്തിയിരുന്നാൽ മാത്രമേ എങ്ങോട്ട് പോകത്തുള്ളൂ? ബ്രിട്ടനിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് ലാൻഡുകളെ തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് ഭൂപ്രദേശങ്ങളെ തമ്മിൽ എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് ബന്ധിപ്പിക്കുന്ന നല്ല റോഡുകളുണ്ട് എങ്കിൽ മാത്രമേ ഈ ചൂഷണം സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. സ്വാഭാവികമായിട്ടും കോളനി രാജ്യങ്ങളിൽ എന്ത് ചെയ്തു? അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ട ആവശ്യകതയിലോട്ട് നയിച്ചതും ഏതായിരുന്നു? വ്യാവസായിക വിപ്ലവത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള ആവശ്യകതകളും ആയിരുന്നു. ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ലോകത്ത് കമ്പോളങ്ങൾ ഒരുപാട് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ആ കാലഘട്ടത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. HSBC പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇപ്രകാരം കോളനി രാജ്യങ്ങളെ സഹായിക്കുന്ന പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരുന്നു. കോളനി രാജ്യങ്ങളല്ല, സാമ്രാജ്യത്വ രാജ്യങ്ങളെ സഹായിക്കുന്ന പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ പോലൊരു സ്ഥലം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ്. ഈ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യത്ത് ഭരണം നടത്തണമെങ്കിൽ ഇവിടെ ആശയവിനിമയങ്ങളെ സംയോജിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. ടെലിഗ്രാഫ് പോലുള്ള സാധനങ്ങൾ, ഒപ്പം തന്നെ റെയിൽവേ പോലുള്ള സംവിധാനങ്ങൾ, ഒപ്പം തന്നെ തപാൽ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉയർന്നു വരുന്നത് വ്യാവസായിക വിപ്ലവത്തെ തുടർന്നുണ്ടായ സാമ്രാജ്യത്വത്തിൻ്റെയും സവിശേഷതയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
അടുത്തതായി സാമ്രാജ്യത്വ സമയത്തുണ്ടായിട്ടുള്ള പുരോഗതിയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസിനെ പറ്റിയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പഠിച്ചു. വാസ്കോഡ് ഗാമ ആദ്യത്തെ പ്രാവശ്യം പോയി രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തി അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടത്തിയിട്ടാണ് വന്നത്. രണ്ട് നിലകളായിട്ടുള്ള കപ്പലുകളിലോട്ട് വന്നു. കപ്പലുകളിൽ നിന്ന് തന്നെ പീരങ്കി ഉപയോഗിക്കാൻ, തോക്കുകൾ ഉപയോഗിക്കാനുള്ള സംവിധാനം വാസ്കോഡ് ഗാമയ്ക്ക് ഉണ്ട് എന്ന് പറയും. അങ്ങനെ അത്രയും എക്യുപ്ഡ് ആയിട്ടുണ്ടായിരുന്ന വെപ്പൺസ് കൊണ്ട് വന്നതുകൊണ്ടാണ് അവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയത്, ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയത്. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയതോടുകൂടി കൂടുതൽ സാങ്കേതിക മികവുള്ള, കൂടുതൽ ആയുധങ്ങളുള്ള, കൂടുതൽ സാങ്കേതിക തികവുള്ള ആയുധങ്ങളുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഈ ഉയർന്ന ആയുധ ശേഖരണം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു സാങ്കേതിക പുരോഗതിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു രാജ്യത്ത് കോളനി ഉണ്ടാക്കിയതിട്ട് കാര്യമുണ്ടോ? കോളനി രാജ്യങ്ങൾ എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്ന അല്ലെങ്കിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് വിപണി സൃഷ്ടിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ ശാസ്ത്രീയ ഭൂപടങ്ങൾ ഉപയോഗിച്ച് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? സാമ്രാജ്യത്വ ശക്തികൾക്ക് സാധിച്ചു എന്നുള്ളത് ആ കാലഘട്ടത്തിലെ മറ്റൊരു സാങ്കേതിക പുരോഗതിക്ക് എക്സാമ്പിളായിട്ട് കാണാം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിട്ടുള്ള കോളനി രാജ്യങ്ങളിൽ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടെലിഗ്രാഫ് ലൈനുകൾ, റെയിൽവേ, അതേപോലെ തപാൽ സംവിധാനങ്ങൾ പോലുള്ള സംവിധാനങ്ങളും ഈ കാലഘട്ടത്തിലെ സാങ്കേതിക പുരോഗതിയുടെ എക്സാമ്പിളാണ്. റെയിൽവേ, സൈനിക പ്രവർത്തനങ്ങൾ ഇവയെ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഗ്രീൻവിച്ച് ശരാശരി സമയം സ്ഥാപിച്ചു. ഗ്രീൻവിച്ച് ശരാശരി സമയം എന്തിനായിരുന്നു എന്നുള്ളത് സാമ്രാജ്യത്വത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്രാജ്യത്വ രാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സ്ഥാപിച്ചത് ഈ ഗ്രീൻവിച്ച് ശരാശരി സമയം സ്ഥാപിച്ചത്. ഇപ്പം നമ്മൾ പഠിച്ച സാധനങ്ങളെ ഒന്ന് ചുരുക്കി നോക്കുകയാണെങ്കിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവവുമായി വളരെയേറെ ബന്ധമുണ്ടായിരുന്ന ഒരു സംഗതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാമ്രാജ്യത്വത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് സാങ്കേതിക പുരോഗതികൾ കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് കോളനികൾ ഉണ്ടാകുന്നതിന് കാരണമായി പല കാരണങ്ങൾ കൊണ്ട് കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ വികസിപ്പിച്ചു. ഒപ്പം തന്നെ ചില മാറ്റങ്ങൾ, കോളനി രാജ്യങ്ങൾ അതുവരെ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും സാമ്രാജ്യത്തിന് സാധിച്ചു. പക്ഷേ സാമ്പത്തിക ചൂഷണം, സാംസ്കാരിക തടസ്സം, രാഷ്ട്രീയമായിട്ടുള്ള കീഴടങ്ങൽ എന്നിവ കോളനി രാജ്യങ്ങൾക്ക് ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ച പ്രധാന പ്രശ്നങ്ങളായിരുന്നു എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിനെ ഒരു കാലഘട്ടത്തിൽ ബാധിച്ച അല്ലെങ്കിൽ സ്വാധീനിച്ച പ്രധാന ആശയങ്ങൾ എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പ്രധാനപ്പെട്ട 5 ആശയങ്ങളെ പറ്റിയിട്ട് ഇവിടെ പഠിച്ചു മാറ്റി. ഇത് പുതിയൊരു സീരീസ് വേൾഡ് ഹിസ്റ്ററിയിൽ തുടങ്ങുന്നതായിരിക്കും. കേട്ടിരുന്ന ഏവർക്കും നന്ദി. താങ്ക് യു.